ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഇത് നിങ്ങളുടെ വിജയാണ്. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് എനിക്ക് വരുന്നത് ഈ ഹെയർ കെയറിനെ പറ്റിയിട്ടാണ് കേട്ടോ. ശരിയാണ്, ഹെയർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ ഒരു അപ്പിയറൻസിന്. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ശ്രദ്ധയിൽ പെടുന്നത് എൻ്റെ മുടിയായിരിക്കും എന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ബാക്കിയുള്ള ഫേസ് സ്ട്രക്ചറും ഡ്രസ്സൊക്കെ നോക്കിയത്. അത് സ്വാഭാവികമാണ്. എല്ലാ ആൾക്കാർക്കും മുടിയുള്ള ഒരു കുട്ടി നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയുടെ മുടി ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ഫോർ മീ ഹെയർ ഒരു അപ്പിയറൻസ് മാത്രമല്ല കേട്ടോ, എനിക്ക് ഹെയർ ഒരു കോൺഫിഡൻസും ആൻഡ് എൻ്റെ ഒരു സെൽഫ് കെയറിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ഹെയറിനെ കെയർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഹെയർ എങ്ങനെ ശരിക്കും കെയർ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഹെയർ കെയറിൻ്റെ ഇങ്ങനെ രണ്ട് ടിപ്സ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലോങ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് അല്ല എൻ്റെ ഹെയർ ടെക്സ്ചർ. എൻ്റെ ഹെയർ ഇത്തിരി ഡ്രൈ ആൻഡ് ഫ്രിസി ആയ ഒരു ഹെയർ ആണ് കേട്ടോ. പ്രോപ്പർ കെയർ കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആൻഡ് ഫ്രിസി ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആവണ ഒരു ഹെയർ ആണ് എൻ്റെ. അപ്പം നിങ്ങളും നിങ്ങളുടെ ഹെയർ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഹെയർ എങ്ങനത്തെ ടൈപ്പാണ്? ഡ്രൈ ആവണതാണോ, ഫ്രിസി ആവണതാണോ, അതോ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് ആവണ ഹെയർ ആണോ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹെയർ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഹെയർ എങ്ങനത്തെ ടൈപ്പാണെന്ന്. അതിനനുസരിച്ച് ഞാൻ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, DIY നാച്ചുറൽ DIY വീട്ടിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഞാൻ എങ്ങനെയാണ് അത് കെയർ ചെയ്യണതെന്ന് ഈ വീഡിയോയിൽ. നിങ്ങളുടെ മുടി എൻ്റെ മുടിയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് സെയിം ആയി ചേരണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ പ്രോബ്ലംസ്, മുടിയുടെ ഹെയർ പ്രോബ്ലംസ് വേറെ ആയിരിക്കും, എൻ്റെ മുടിയുടെ ഹെയർ പ്രോബ്ലംസ് വേറെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ഹെയർ കെയറാണ് കാണുന്നത് കേട്ടോ. ഇനി എൻ്റെ ഹെയർ ക്വാളിറ്റി പോലത്തെ ഹെയർ ഉള്ളവർക്ക് ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്യണത് ഒരു പ്രോട്ടീൻ മാസ്കും ആൻഡ് പൊട്ടാഷ്യം മാസ്കിൻ്റെയും കോംബോ ആണ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടണത് എവിടെ നിന്നാണ്? നമുക്ക് എഗ്ഗ് നിന്നാണ്. പ്രോട്ടീൻ നാച്ചുറൽ ആയിട്ട് DIY ചെയ്യാൻ പറ്റിയത് ബെസ്റ്റ് ഫോർ ഹെയറിന് എഗ്ഗാണ്. ആൻഡ് പൊട്ടാഷ്യം നമുക്ക് കിട്ടുന്നത് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബനാനയിൽ നിന്നാണ് നമുക്ക് പൊട്ടാഷ്യം കിട്ടുക. ഈ രണ്ട് പ്രോട്ടീനും പൊട്ടാഷ്യം നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും സ്മൂത്ത്നെസ് കൂട്ടാനും ഫ്രിസിനെസ് മാറ്റാനും വെരി ഇമ്പോർട്ടൻറ്റ് റോളാണ് എക്സ്റ്റേണലി, നോട്ട് ഇൻറ്റേർണലി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോട്ടീനായിട്ട് ഞാൻ എടുക്കുന്നത് പ്രോട്ടീൻ മാസ്ക്. ആദ്യം നമുക്ക് പ്രോട്ടീൻ മാസ്കിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. പ്രോട്ടീൻ മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എഗ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ ഇനഫ് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ ലെങ്ത്തിന് എനിക്ക് 3 എഗ്ഗ് എടുത്തേ മതിയാവൂ. ബിക്കോസ് അല്ലെങ്കിൽ അത് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആവില്ല. നിങ്ങൾ നിങ്ങളുടെ ഹെയറിന് അനുസരിച്ചുള്ള മുട്ട എടുക്കാവുന്നതാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടയൊക്കെ ഇനഫാണ്. പക്ഷേ എൻ്റെ മുടിയുടെ കരുത്തും ലെങ്ത്തിനും അനുസരിച്ച് എനിക്ക് 3 എടുത്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഈ പ്രോട്ടീൻ മാസ്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് നമ്മുടെ ഹെയറിന് തരണേ. ഫസ്റ്റ് വന്നിട്ട് എഗ്ഗ് ഒരു പ്രോട്ടീൻ മാസ്ക് ആണ്. മന്ത്ലി 4 times, വീക്ക്ലി വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യും, ഹെയർ റൂട്ട്സിന്. പിന്നെ ഇത് നമ്മുടെ ഹെയർ ഫോള് കുറച്ച് റെഡ്യൂസ് ചെയ്യും ആൻഡ് കുറച്ച് ഷൈനും കൊടുക്കും കേട്ടോ. ഇത് ബ്രേക്കേജും ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ ബ്രിട്ടിൽ ഹെയർ ഒക്കെ ആണെങ്കിൽ അതിന് ബ്രിട്ടിൽനെസ് ഒന്ന് മാറ്റി തരും. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ എൻ്റെ മുടി, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മുടി ഡ്രൈ ആൻഡ് ഫ്രിസിന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോട്ടീൻ എഗ് ബേസ്ഡ് മാസ്ക് യൂസ് ചെയ്യണത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ സ്ട്രെങ്തൻ മൈ ഹെയർ ആസ് വെൽ ആസ് റെഡ്യൂസ് ബ്രേക്കേജ് ആൻഡ് ഗിവ് എ ലിറ്റിൽ ഷൈൻ ടു മൈ ഹെയർ. ഓക്കെ, ഇനി ഇത് എങ്ങനെയൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മുടി നല്ല അടിപൊളി മുടിയാണെങ്കിൽ ബേസിക് പ്രോട്ടീൻ മാസ്ക് മാത്രം ചെയ്താൽ മതി. അതിൽ നിങ്ങൾ ഒരു മുട്ട എടുക്കുക, ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലും ഒരു സ്പൂൺ കേർഡും യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പാക്ക് ആക്കിയിട്ട് കോമ്പിനേഷൻ കൂട്ടിയിട്ട് ഒരു ബേസിക് പ്രോട്ടീൻ മാസ്ക് ഫോർ നോർമൽ ഹെൽത്തി ഹെയർക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഡ്രൈനെസ്സോ കുറച്ച് സ്ലൈറ്റ് ഡാമേജ് ഒക്കെ ഉള്ളതൊക്കെ മാറ്റിക്കളയും. ഇനി ഹെയർ ഫോൾ, ക്രോണിക് ഹെയർ ഫോൾ ഉള്ളവർക്ക് ഒരു മുട്ടയും 1 ടീസ്പൂൺ അലോവേറയും ഫ്യൂ ഡ്രോപ്സ് ഓഫ് കാസ്റ്റർ ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യും. ഇത് ക്രോണിക് ഹെയർ ഫോൾ ഉള്ളവർക്ക് കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്, അലോവേറയും ആഡ് ചെയ്യണതാണ്. അപ്പോൾ എഗ് വൈറ്റ് എടുക്കുകയാണ് നല്ലത് കേട്ടോ. എഗ് വൈറ്റും അലോവേറയും ഫ്യൂ ഡ്രോപ്സ് ഓഫ് കാസ്റ്റർ ഓയിലും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ക്രോണിക് ഹെയർ ഫോൾ ഉള്ളവർക്ക് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഹെയർ ഫോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യില്ല, ബട്ട് സ്ലൈറ്റ്ലി കുറച്ച് തുടങ്ങും. പിന്നെ നിങ്ങളുടെ വീക്ക് റൂട്ട്സിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട്
എന്നിട്ട് നമുക്ക് ഷൈൻ ആൻഡ് സോഫ്റ്റ്നെസ്. ഇപ്പം മുടി ഹെയർ ഫോൾ ഇല്ല, പക്ഷേ മുടിക്ക് ഒരു ഡൾനെസ് ആണ്, സോഫ്റ്റ്നെസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് ഉള്ള കോമ്പിനേഷനാണ്. ഒരു മുട്ട എടുക്കുക, 1 ടീസ്പൂൺ ഹണി എടുക്കുക, 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ എടുക്കുക. ഈ മൂന്നിൻ്റെയും എഗ്, ഹണി ആൻഡ് ഒലീവ് ഓയിലിൻ്റെ കോമ്പിനേഷൻ നല്ലതായിരിക്കും ഒരു ഷൈൻ ആൻഡ് സോഫ്റ്റ്നെസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് ഒരു ഡൾനെസ് കളയും ആൻഡ് ഒരു ഷൈൻ തരും ആൻഡ് ഫ്രിസിനെസ്സും മാറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ മാസ്ക് എങ്ങനെയാന്ന് എത്രകൊണ്ട് സമയം നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ വെക്കണം എന്നാണ് ഞാൻ അടുത്തത് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ ഹൗ ലോങ് ടു കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നിങ്ങളൊരു 15 മിനിറ്റ്സ് കീപ്പ് ചെയ്യാം, മാക്സിമം നിങ്ങൾക്ക് ഒരു 20 to 25 മിനിറ്റ്സ് കീപ്പ് ചെയ്യാം. ആൻഡ് അതിനെക്കാട്ടും കൂടുതൽ പോവാണ്ടിരിക്കുക നല്ലത്. ഞാൻ ചിലപ്പോൾ 30 മിനിറ്റ്സ് ഒക്കെ വരെ പോട്ടാ. ഡോണ്ട് കീപ്പ് ഇറ്റ് ലോങ്ങർ, അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗ് ഒന്നുകൂടി ഡ്രൈ ആവും ആൻഡ് നിങ്ങളുടെ മുടി വെരി ഹാർഡ് ആയിരിക്കും ആൻഡ് വാഷ് ചെയ്യാൻ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഇനി ഇത് എങ്ങനെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മുട്ട, നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ച് മുട്ട എടുക്കുക, അത് തട്ടി ഉടയ്ക്കുക, അതിനെ നല്ലോണം ബീറ്റ് ചെയ്യുക വിത്തൗട്ട് എനി ലംസ്. എന്നിട്ട് നിങ്ങൾ ഡീറ്റാങ്കിൾ ചെയ്ത മുടിയിൽ ഇത് പരട്ടണം. മുടിയിൽ ജടയൊക്കെ മാറ്റിയിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത മുടിയിൽ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തത്, പക്ഷേ നിങ്ങൾ ഡീറ്റാങ്കിൾ ചെയ്ത ഹെയറിൽ അപ്ലൈ ചെയ്യണം. മുടി പാർട്ടീഷൻ എടുത്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്യണേക്കാട്ട് മുമ്പ് മുടി ആദ്യം സ്ലൈറ്റ്ലി വെറ്റാക്കണം. സ്ലൈറ്റ്ലി ഒന്ന് വെറ്റാക്കി കൊടുത്താൽ നല്ലതാണ്. ഡ്രൈ ഹെയറിൽ എഗ്ഗ് തേക്കാണ്ടിരിക്കണതാണ് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ പാർട്ടീഷൻ കൊടുത്ത് ഓരോ പാർട്ടീഷനിലും നിങ്ങളിത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടിപ്സിലേക്ക് വരിക കേട്ടോ. ഒരു പറ്റിങ്ങ നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഇത് തലമുടിയിൽ മസാജ് ചെയ്താലും ആ ഹെയറിൻ്റെ റൂട്ട്സിന് നല്ലതായിരിക്കും. ഈ റൂട്ട് ഫോക്കസ് ചെയ്യാൻ ഹെയർ ഫോൾ ഉള്ള ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്നും റൂട്ടിൽ മസാജ് ചെയ്യണതാണ്. ഇനി ടിപ്പ് ഡ്രൈ ആയവരാണെങ്കിൽ ടിപ്പിൽ മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്ക് ഹെയറിൻ്റെ റൂട്ടിലല്ല പ്രോബ്ലം, എൻ്റെ മുടിയുടെ ടിപ്പാകുമ്പോഴേക്കും വെരി ഡ്രൈ ആൻഡ് വെരി ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ മുടിയുടെ ടിപ്പിലേക്കാണ്, നിങ്ങളുടെ ഏത് റൂട്ടാണോ മിഡ് പാർട്ടാണോ അതോ ടിപ്പാണോ എവിടെയാണ് ഡ്രൈനെസ് അവിടെ കൂടുതൽ അപ്ലൈ ചെയ്യുക ആൻഡ് അവിടെ കൂടുതൽ മസാജ് ചെയ്യാനും ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ഒരു ഷവർ ക്യാപ്പ് ഇത് കഴിഞ്ഞിട്ട് തലയിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഒരു 15 to 20 മിനിറ്റ്സ് ഷവർ ക്യാപ്പ് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ അത് ഒലിച്ച് നിങ്ങളുടെ മേത്തൊന്നും വീഴില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ മാക്സിമം പീപ്പിൾ ചെയ്യണ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. അത് കാരണമാണ് ഈ എഗ് മാസ്ക് മിക്ക ആൾക്കാർക്കും ശരിക്കും വർക്ക് ചെയ്യാത്തത്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് ത്രൂ നമ്മൾ ഇത് എഗ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു പ്രോട്ടീൻ ബേസ്ഡ് മാസ്കിന് നല്ല ഷൈനും നല്ല ഹെൽത്തി മുടിയാക്കി തരും കേട്ടോ, എഗ്ഗിന് അലർജി ഇല്ലാത്തവർക്ക്. അപ്പോൾ കറക്റ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മുടി ഇതൊക്കെ അപ്ലൈ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു. ടിപ്പിൽ, ബാക്കിൽ, റൂട്ടിൽ ഒക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്, അതിൻ്റെ കറക്റ്റ് മെത്തേഡിൽ വാഷ് ചെയ്തില്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കാൽപ്പിലും ഹെയറിലും ആയിട്ട് അവിടെ പറ്റി പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡ്രൈ ആക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് വർക്ക് ചെയ്തില്ലല്ലോ എൻ്റെ മുടിക്ക്. പക്ഷേ സാധനം വർക്ക് ചെയ്യാണ്ടല്ല, നിങ്ങളത് കറക്റ്റ് വേയിൽ വാഷ് ചെയ്യാത്ത കാരണമാണ് നിങ്ങളുടെ ഹെയർ ആഫ്റ്റർ റിസൾട്ട് ബാഡായി കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് റിൻസ് ചെയ്യുക. വെള്ളം സാധാരണ തണുത്ത വെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടർ കൊണ്ട് മുടി നല്ലോണം റിൻസ് ചെയ്യുക. ഹോട്ട് വാട്ടർ ഒരിക്കലും യൂസ് ചെയ്യല്ല എഗ്ഗിന് വേണ്ടിയിട്ട് ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് തലയിൽ തന്നെ കുക്കായി പോട്ടെ. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ പകുതി ഈ പ്രോട്ടീൻ മാസ്ക് നമ്മുടെ വെള്ളത്തിൽ തന്നെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് നല്ലവണ്ണം സ്കാൽപ്പും ടിപ്സും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം വേണമെങ്കിൽ 3 പ്രാവശ്യം ഒന്നുകൂടി ഒന്ന് വെള്ളം ഇട്ടിട്ട് റിൻസ് ചെയ്ത് വാഷ് ചെയ്തിട്ടും കളയുക, ബിക്കോസ് സ്മെല്ല് പോകണമെങ്കിൽ. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് കണ്ടീഷണർ, ഒരു മൈൽഡ് പെർഫ്യൂം ബേസ്ഡ് കണ്ടീഷണർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മണവും പോവും, ഒരു കണ്ടീഷനിങ്ങും കിട്ടും മുടിക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ എന്നിട്ടും അപ്പോൾ നിങ്ങളൊരു നോൺ സ്റ്റിക്കി ഓയിലോ പെർഫ്യൂംഡ് വൺ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ ഡ്രൈ ആയി കഴിഞ്ഞാൽ കേട്ടോ. എയർ ഡ്രൈ ആക്കാൻ നോക്കുക. ഹീറ്റർ മറ്റേ നമ്മുടെ ഡ്രയറൊന്നും യൂസ് ചെയ്യാണ്ട് എയർ ഡ്രൈ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല മുടിയാവും. ഇനി ഈ എഗ് മാസ്ക് ആരൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉള്ളവർ യൂസ് ചെയ്യാം. ഇത് ഡാമേജ്ഡ് ഹെയർ, ഡ്രൈ ഹെയർ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആയാൽ യൂസ് ചെയ്യാം. ഇനി അതിൽ
മുടിക്ക് ഷൈൻ ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. മുടി തിന്നാണ്, കുറച്ച് പ്രോട്ടീൻ ആവശ്യമുണ്ട് മുടി, അങ്ങനത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇനി ഇത് ആർക്കാ റെക്കമെൻഡ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വെരി ഓയിലി സ്കാൽപ്പ് ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക. അവരുടെ മുടി ഭയങ്കര ഹെവി ഫീൽ ചെയ്യും. പിന്നെ മുട്ട അലർജി ഉള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യല്ലേ. ആൻഡ് സെൻസിറ്റീവ് സ്കാൽപ്പ് ഉള്ളവരും ഇത് യൂസ് ചെയ്യല്ലേ. പിന്നെ സ്കാൽപ്പിൽ വല്ല ഇൻഫെക്ഷനോ ഓർ ഇറിറ്റേഷനോ ഉണ്ടെങ്കിൽ അവരും ഇത് യൂസ് ചെയ്യല്ലേ കേട്ടോ. പിന്നെ ഇത് എത്ര പ്രാവശ്യം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. വീക്ക്ലി വൺസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാസത്തിൽ ഒരു 4 പ്രാവശ്യം, ഓരോ വീക്കിലും 3 പ്രാവശ്യം 4 പ്രാവശ്യം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പ്രോ ടിപ്പ് ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അലോവേറ ജെല്ലും ഒരു ലൈറ്റ് കണ്ടീഷണറാണ് കേട്ടോ. അലോവേറ ജെല്ല് ലൈറ്റ് കണ്ടീഷണറിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് കണ്ടീഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ഷാംപൂയിങ് ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് മാസ്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് മാസ്കിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. പൊട്ടാഷ്യം മാസ്ക്. ഓക്കെ, എല്ലാവർക്കും അറിയാം പൊട്ടാഷ്യം നമുക്ക് കിട്ടുന്നത് ബനാനയിൽ നിന്നാണ്. അപ്പോൾ ബനാന മാസ്ക് തേച്ചാൽ തന്നെ പൊട്ടാഷ്യം നമുക്ക് ഹെയറിന് കൊടുക്കാവുന്നതാണല്ലോ. ഇനി പൊട്ടാഷ്യം മാസ്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുടിയുടെ ഫ്രിഡ്ജിനെസ് മാറ്റാനും സോഫ്റ്റ്നെസ് ഉണ്ടാക്കാനും ഷൈൻ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊട്ടാഷ്യം മാസ്ക് യൂസ് ചെയ്യണത്. ഇനി ഇത് അടിപൊളി മുടിയുള്ളവർക്ക്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി അസല് മുടിയുള്ളവർക്ക് ഈ ഒരു പൊട്ടാഷ്യം മാസ്ക് യൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ബനാന, ഒരു കോക്കനട്ട് ഓയിൽ ആൻഡ് ഹണി. ഈ ബനാന, കോക്കനട്ട് ഓയിൽ ആൻഡ് ഹണിയുടെ കോമ്പിനേഷൻ നല്ലതായിരിക്കും, നല്ല അസല് ഹെയർ ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ചുള്ള ഡ്രൈനെസ്സും റഫ്നെസ്സും ഒക്കെ മാറിക്കിട്ടും. ഇനി ഫ്രിസി ഹെയർ ആയ ആൾക്കാർക്ക് ഞാൻ പറയുകയാണെങ്കിൽ ബനാന വിത്ത് അലോവേറ ആൻഡ് വിത്ത് ഒലീവ് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്ത ഈ 3 കോമ്പിനേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രിസി ഹെയർക്കാരുടെ ഫ്രിസിനെസ് മാറിക്കിട്ടും. ഇനി നിങ്ങൾ ഷൈൻ ആൻഡ് സ്മൂത്ത് ആണ് ആഗ്രഹിക്കുന്ന മുടിക്ക്, അപ്പോൾ നിങ്ങൾ ബനാന, കേർഡ് ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആൽമണ്ട് ഓയിൽ കോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഡൾനെസ് ഹെയറിന് മാറ്റും. പിന്നെ ഒരു ലൈഫും കൊടുക്കും നിങ്ങളുടെ ഹെയറിന്. ഇനി ഇത് എത്ര കൊണ്ട് നിങ്ങളുടെ തലയിൽ സ്കാൽപ്പിൽ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഗെയിൻ മിനിമം 15 മിനിറ്റ്സ്, മാക്സിമം 20 to 25 മിനിറ്റ്സ്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ വെക്കാണ്ടിരിക്കണം നല്ലത്. ബിക്കോസ് ബനാന നിങ്ങളുടെ മുടിയെ നല്ലോണം ഡ്രൈ ആക്കൂട്ട കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ഒരു സ്റ്റിക്കി ഫീലിങ്ങും ഉണ്ടാവും കേട്ടോ. ഇനി ഹൗ ടു അപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഫുള്ളി റൈപ്പ് ബനാന എടുക്കുക, അത് മാഷ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലെൻഡറിൽ ഇട്ടിട്ട് സ്മൂത്തൻ അപ്പ് ചെയ്യുക കേട്ടോ. ദെൻ ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം അഗെയിൻ നിങ്ങൾ സ്കാൽപ്പിൻ്റെ പാർട്ടീഷൻ, ഡീറ്റാങ്കിൾ ചെയ്ത മുടിയിൽ പാർട്ടീഷനായിട്ട് എടുത്ത് ഇത് ഒരു വെറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കൊടുക്കുക. എഗെയിൻ സ്കാൽപ്പിൽ നിന്ന് തുടങ്ങുക, ടിപ്സിലേക്ക് പോവുക. പിന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഡ്രൈനെസ് കൂടുതൽ തോന്നിക്കണേ അവിടെയൊക്കെ കൂടുതൽ എമൗണ്ടിൽ അപ്ലൈ ചെയ്യുക. ഇത് കൂടുതൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതൊരു സോഫ്റ്റ്നെസ് കൊടുക്കുന്നതാണ് പൊട്ടാഷ്യം മാസ്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയുടെ ആ ഡ്രൈനെസ് മാറ്റി കിട്ടാൻ വേണമെങ്കിൽ മുടിയുടെ ലെങ്ത്തിലും ടിപ്സിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തീരെ അൺഹെൽത്തി ഹെയർ ആണെങ്കിൽ വേണമെങ്കിൽ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അഗെയിൻ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷവർ ക്യാപ്പ് ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിലേക്കോ മേത്തോ ഒന്നും ഇത് വീഴില്ല. പിന്നെ ഇത് കറക്റ്റ് മെത്തേഡ് ഓഫ് റിൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തണുത്ത വെള്ളത്തിൽ റിൻസ് ചെയ്യുക, നോർമൽ വാട്ടറിൽ 2-3 പ്രാവശ്യം റിൻസ് ചെയ്ത് ആദ്യം ആ തലേന്ന് ആ ഒരു ബനാന കളയുക, അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ കളയുക കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങളൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്യുക, മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ആൻഡ് ഒരു 1-2 പ്രാവശ്യം വീണ്ടും വാഷ് ചെയ്യുക, റിൻസ് ചെയ്യുക, സ്മെല്ല് പോകാനും ആ പ്രോഡക്റ്റ് തലേന്ന് പോകാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മൈൽഡ് കണ്ടീഷണർ, സ്മെൽ നല്ല പെർഫ്യൂംഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി വാഷ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. എയർ ഡ്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോംബ് ചെയ്തിട്ട് വീണ്ടും ഡ്രൈനെസ് ഫീൽ ചെയ്യണമെങ്കിൽ അഗെയിൻ ഒരു പെർഫ്യൂംഡ് പേസ്റ്റ് ഓയിൽ ഒന്ന് തലയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയറിന്. അപ്പോൾ ഹെയറിനൊരു മണവും ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും കേട്ടോ. കഴിയുന്നത് എയർ ഡ്രൈ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് കെയർ ചെയ്യുക കേട്ടോ, വീണ്ടും ഡസ്റ്റും ഒന്നും വരാണ്ട്. അപ്പോൾ നിങ്ങളും ഈ പ്രോട്ടീൻ മാസ്കും പൊട്ടാഷ്യം മാസ്കും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞ മെത്തേഡിലും പറഞ്ഞ മുടി ടൈപ്പുള്ള അവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കും, എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.